ക്രൈസ്തവ ദർശനം മതചിന്തകൾക്കും അപ്പുറം സഭകൾക്കും അപ്പുറം ഒരുപാട് പേരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളൊക്കെ രാഷ്ട്രീയക്കാരായതുകൊണ്ട് ആരും സാധാരണ പറഞ്ഞാൽ അത് വിശ്വസിക്കില്ല. നമ്മൾ പറയുന്നത് നമ്മൾ ഓരോ വേദിയിലും വന്ന് ഓരോ വേദിയുടെയും സൗകര്യത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ആളുകളാണ് ഞങ്ങളെല്ലാവരും. ഞാൻ എല്ലാ ദിവസവും ഒരു പേജെങ്കിലും ബൈബിൾ വായിക്കണം. ഒരു പേജെങ്കിലും. അതിൽ എന്നെ അത്ഭുതപ്പെടുത്താറുള്ളത് എൻ്റെ ധർമ്മസങ്കടങ്ങൾ, എൻ്റെ വിഷമങ്ങൾ, എൻ്റെ ഉത്കണ്ഠകൾ, എൻ്റെ പരാതികൾ, എൻ്റെ പരിഭവങ്ങൾ. അതിനെല്ലാം ഏതെങ്കിലും തരത്തിൽ എനിക്കൊരു പരിഹാരം ഞാൻ വായിക്കുന്ന ഒരു പേജിൽ നിന്നോ ഒരു ഖണ്ഡികയിൽ നിന്നോ എനിക്ക് എപ്പോഴും തരാറുണ്ട്. ഒരു ദിവസം ഒരു കുടുംബം എന്നെ കാണാൻ വന്നു. വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബമാണ്. എല്ലാവരും കൂടി വന്നു. ഒരാൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കണമെന്നാണ്. കുടുംബം വലിയ കഷ്ടത്തിലാണ്. ഞാൻ 2-3 ദിവസക്കാലം വളരെ പ്രയാസപ്പെട്ടു, വളരെ ബുദ്ധിമുട്ടി. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്ഥാപനത്തിൽ അയാളുമായി ഞാൻ വഴക്കിട്ടു. ജോലി വാങ്ങിച്ചു. ആളെന്നെ വിളിച്ചു പറഞ്ഞു ജോലി കൊടുത്തിട്ടുണ്ട്, ആൾ വന്ന് ജോയിൻ ചെയ്തെന്ന് പറഞ്ഞു. ഈ ജോലി വാങ്ങിച്ചു കൊടുത്ത ആളെ എന്നെ വിളിച്ചില്ല, എന്നെ കണ്ടുമില്ല. അപ്പം ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് എനിക്ക് ഭയങ്കര സങ്കടമായി. ഇത്രയും കഷ്ടപ്പെട്ട ഒരാൾക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തിട്ട്. ഞങ്ങൾക്കൊക്കെ സാധാരണയുള്ള അനുഭവങ്ങളാണ്. പറഞ്ഞില്ലല്ലോ എന്നോട്. ഞാൻ വിഷമിച്ചാണ് കിടന്നത്. പിറ്റേ ദിവസം ഞാൻ വായിച്ച പേജ് ഇങ്ങനെ തുറന്നപ്പോൾ പേജ് ഗലീലയിൽ നിന്നും ജെറുസലേമിലേക്ക് ക്രിസ്തു യാത്ര ചെയ്യുമ്പോൾ 10 കുഷ്ഠരോഗികളെ കാണുകയാണ്. അവർ വന്ന് സങ്കടം പറയാം. അപ്പം അദ്ദേഹം പറഞ്ഞു, നീ പുരോഹിതനെ കണ്ടോ, എല്ലാം ശരിയാവുമെന്ന് പറയും. എല്ലാ അസുഖവും മാറിക്കഴിഞ്ഞിട്ട് ഒരാൾ മാത്രം വന്ന് അദ്ദേഹത്തെ കണ്ട് ദൈവത്തെ സ്തുതിക്കുക. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, വിജാതീയനായ നീ മാത്രം വന്ന് എന്നെ കാണുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു, മറ്റാരും വന്നില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അത് എനിക്കുള്ള മറുപടിയാണ്. അദ്ദേഹത്തിനോട് നന്ദി പറയാൻ ആരും ചെന്നില്ല, കുഷ്ഠരോഗം സുഖപ്പെട്ടു. പിന്നെയാണ് നിന്നോട്, നീ നിന്റെ ജോലി ചെയ്താൽ മതി, ഒന്നും പ്രതീക്ഷിക്കണ്ട, നീ ഒന്നും പ്രതീക്ഷിക്കണ്ട, ഒരു നന്ദിയും പ്രതീക്ഷിക്കേണ്ട, ഒന്നും പ്രതീക്ഷിക്കണ്ട. നിന്റെ ജോലിയാണ് നീ ചെയ്തത്. ഒരാൾ സങ്കടവുമായി നിന്റെ മുന്നിൽ വന്നപ്പോൾ നീ അത് ചെയ്തു കൊടുത്തല്ലോ, നിന്റെ ജോലി തീർന്നു, നീ ഒന്നും പ്രതീക്ഷിക്കണ്ട. കൃത്യമായ മറുപടിയാണ്. എൻ്റെ എല്ലാ വിഷമവും മാറി. ഞാൻ പിന്നീട് ഒരിക്കലും ഒരാളെ സഹായിച്ചിട്ട് അയാൾ തിരിച്ച് എന്നോട് നന്ദി പറഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടം എൻ്റെ മനസ്സിൽ പിന്നീട് ഉണ്ടായിട്ടില്ല.